ആശുകുട്ടാ ഹലോ. അപ്പോൾ ആശുകുട്ടനെ ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ വിൻ്റർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ ആയിരുന്നു അവർക്ക് സെലിബ്രേഷനൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 25 ദിവസം നമ്മൾ വീട്ടിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ, പുറത്തൊക്കെ പോകണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് നല്ല രസമാക്കാതെ. അപ്പം ഞാൻ അവന് രാവിലെ തന്നെ കുറച്ച് അഡീഷനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ അവർ KG1 ആയിട്ടുള്ള ആശുക്കുട്ടൻ. അപ്പോൾ ഇതൊന്നും അവർക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതാൾ തന്നെ അവൻ്റെ ഇൻട്രസ്റ്റിൽ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ കൊടുത്തു. ഒരെണ്ണം മാത്രം ഒന്നും തെറ്റിപ്പോയി, ബാക്കിയെല്ലാം ശരിയാക്കി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കുറച്ച് പിക്ചറിൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് കുട്ടികൾക്ക് എന്താണോ അത് വെച്ച് തോന്നുന്നത് അത് ക്രിയേറ്റീവായിട്ട് അവരത് എന്തെങ്കിലും ഒരു പിക്ചറാക്കുക. ഇതായിരുന്നു ഞാൻ കൊടുത്തിരുന്നൊരു ടാസ്ക്. അപ്പോൾ ഇനി ഇതെന്താണ് അവൻ ഉദ്ദേശിച്ചതെന്ന് പറയൂ കേട്ടോ. ആശുക്കുട്ട വന്നിട്ട് എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ഞാൻ ഈ ഒരു ഷേപ്പ് അവന് കൊടുത്തത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ അല്ലേ. നമ്മൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ തന്നത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എനിക്കില്ലേ ഇത് നമ്മളുടെ ഷേപ്സ് താഴെ വെക്ക് കൂട്ടാ. ഷേപ്സ് ക്രിയേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ നമ്മളുടെ ഷേപ്സും അങ്ങനത്തെ എന്തെങ്കിലും വരയ്ക്കും ഷേപ്പ്. അങ്ങനെ നമ്മളുടെ ബുദ്ധി യൂസ് ചെയ്തിട്ട് നമ്മൾ കളർ എന്തെങ്കിലും വരയ്ക്കും ഷേപ്പ്. പിന്നെ ഇത് അതമ്മ പറഞ്ഞു, അത് ഓൾറെഡി അമ്മ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ അവന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് കൊടുത്തത്. ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അവനത് വന്നിട്ട് ഒരു കാറാണ് ആളാക്കിയേക്കുന്നത്. ഞാൻ ഒട്ടും ചിന്തിച്ചില്ല അവനതൊരു കാറാക്കുന്നു. ഞാൻ വിചാരിച്ചവൻ വല്ല ഡക്കോ അങ്ങനെ ബേർഡോ അങ്ങനെ ആക്കുമെന്നാണ്. പക്ഷേ ആളത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടെയാണ് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് കേട്ടോ. അവൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടൊരു കാറാക്കിയേക്കുവാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. വീലെല്ലാം കൊടുത്തു, പിന്നെ കാറിൻ്റെ വിൻഡോയും പിന്നെ കാറിൻ്റെ ബോഡിയെല്ലാം കൊടുത്ത് സൂപ്പറായിട്ട്. പിന്നെ ഇത് ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇങ്ങനൊരു ഈ ക്ലൗഡെല്ലാം പോലെ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് അത് തന്നെയാണ്, അവർ റെയിൻബോ ആക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ തിരുത്തിക്കൊണ്ട് ആളിതൊരു ഫ്ലവറാണ് ആക്കിയേക്കുന്നത്. ഒരു മജന്ത കളറ് ഒരു യെല്ലോ ഒക്കെ നടുക്ക് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി അവൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഇത്രയേ കൊടുത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ, ഈ ഒരു 2 പോർഷൻ. ബാക്കി ആൾ തന്നെ ഒരു ഫ്ലവറായിട്ട് അത് കണക്ട് ചെയ്തു. നൈസാണ്. പിന്നെ ഇതാണ് എനിക്ക് നല്ല രസം തോന്നിയത്. ഇത് ഞാൻ കൊടുത്തത് 2 ലൈൻ മാത്രമാണ്. ഈ 2 ലൈൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പം ഞാൻ ഈ 2 ലൈൻ കൊടുത്തപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ ഈ ലൈൻ കൊടുത്തപ്പോൾ ഞാൻ സത്യമായിട്ടും വിചാരിച്ചു ഇവൻ എന്തെങ്കിലും ട്രെയിനിൻ്റെ റെയിലൊക്കെ ആക്കും. കാരണം ആശുവിന് ട്രെയിൻ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെയാണ് അതെ ആശു ചെയ്യാനായിരുന്നു പറയുന്നത്. അപ്പം ഇതാണ് എനിക്ക് ശരിക്കും സർപ്രൈസ് ആയത്. ഇതിനൊരു ട്രീ ആണ് ആക്കിയേക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ട്രീ ആവും. അത് ഞാൻ ഒട്ടും ഓർത്തില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ കൊടുത്തിരുന്ന ലീഫിൻ്റെ ഒരു ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലോർത്തത്. പക്ഷെ അത് അവൻ ആക്കിയിരിക്കുന്ന വെള്ളമാണെന്നാണ് പറയുന്നത്. ആളുടെ ഐഡിയയിൽ ഇത് വാട്ടറാണെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അത് എൻ്റെ ഐഡിയയിൽ അത് വാട്ടറായിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ആശുവിൻ്റെ ഐഡിയയിൽ അത് വാട്ടർ ഇങ്ങനെ തെറിച്ച് പോകുന്നതാണെന്നാണ് ആശു പറയുന്നത്. പക്ഷെ അത് നല്ല രസമുണ്ടല്ലേ. ഇനി വന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു V ഷേപ്പ് കോൺ പോലെ കൊടുത്തു. അത് ഏകദേശം ഞാൻ ഓർത്തു കേട്ടോ, ആൾ ഒരു ഐസ്ക്രീം പോലെയൊക്കെ ആക്കുമെന്നാണ് ഓർത്തത്. അതങ്ങനെ തന്നെ ആക്കി. ഇത് രസമുണ്ടല്ലേ കാണാൻ. ഞാൻ ജസ്റ്റ് റൗണ്ട് ഷേപ്പാട്ടോ കൊടുത്തത്. അപ്പോൾ ആദ്യം ആശു തന്നെ പറഞ്ഞു ഒരു ഫ്ലവർ വരയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഓൾറെഡി ഇവിടെ ഫ്ലവർ ഉള്ളത് കൊണ്ടൊന്ന് മാറ്റി വരച്ചെന്നാണ് വിചാരിച്ചു. കൊണ്ടുപോവാം. അപ്പോൾ ഇത് വന്നിട്ട് ഉണ്ടോ നല്ല രസം. നല്ല രസമുണ്ടല്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സർക്കിളാണ് ഞാൻ കൊടുത്തിരുന്നത്. ഈ ഒരു സർക്കിള് കൊടുത്തിട്ട് അത് വെച്ചിട്ട് അതിന് എന്താ പറയുക കണ്ണുമൂക്കൊക്കെ വെച്ച് ഒരു മനുഷ്യനാക്കി ഡോളാക്കി. നല്ല രസമുണ്ടല്ലേ. പിന്നെ ഈ ഒരു ഷേപ്പ് ഈ ഷേപ്പിൽ ഞാനൊന്നും കൊടുത്തിരുന്നില്ല. തന്നെ എന്തോ ഒരു വീട് പോലെ വരച്ചതാണ്. ഓക്കെ ബൂട്ട്. അമ്മ ഇവിടെ ഷേപ്പ് വരച്ചായിരുന്നമ്മ? വരച്ചായിരുന്നു. അമ്മ ഇത് മാത്രം ഓർക്കുന്നുള്ളൂ. ഇവിടെ വരെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ബൂട്ടാക്കി. ഓ നൈസ്. ഇത് ആരുടെ ബൂട്ടാണ്? ഇഷ്ടപ്പെട്ട ആരാ? ഫുട്ബോളർ ആരാ? മെസ്സി ആൻഡ് റൊണാൾഡോ. 4 ഫേവറേറ്റ് ആരാ? കുറച്ചും കൂടെ
റൊണാൾഡോ 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 അല്ല നെയ്മർ നെയ്മറാണോ? ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഇവിടെ because you know why Neymar put all the players in the lava. അപ്പോൾ ഇതൊക്കെയാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ഇരിക്കാനും കാരണം അവർക്ക് സമയം പോകാനും സ്ക്രീൻ ടൈം കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ.